ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എക്സൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഫോർമുലകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ സമ്മ്, അവറേജ്, ഈഫ്, കൗണ്ട് എ, കൗണ്ട് ഈഫ് ആൻഡ് സം ഈഫ്. ഇത്രയും ഫോർമുലകൾ എങ്ങനെ നമുക്ക് എക്സലിൽ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വർക്ക് ബുക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ കുറച്ച് കുട്ടികളെ പേര് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ ഓരോ സബ്ജക്റ്റിനും മാർക്ക് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഹിന്ദി, അതേപോലെ ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇത്രയും സബ്ജക്റ്റുകൾ തന്നിട്ടുണ്ട്. ഈ കുട്ടികളുടെ ടോട്ടൽ, അതേപോലെ തന്നെ അവറേജ്, അതേപോലെ തന്നെ ഗ്രേഡ് കാണണം. പിന്നെ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കണ്ടിട്ടുണ്ട് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ആൻഡ് അവറേജ് ഇൻ ആൾ സബ്ജക്റ്റ് ഇൻ ഈച്ച് സ്റ്റുഡൻറ്റ്. അതായത് ഇതിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും എന്ത് ചെയ്യണം, അവറേജും അതേപോലെ തന്നെ ടോട്ടലും കണ്ടെത്തണം. ടോട്ടൽ കാണാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സിമ്പിൾ മെത്തേഡാണ്. ആദ്യം മുതൽ അവസാനം വരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, സമ്മിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി വേറൊരു മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചാൽ ഈക്വൽ ടു ഇടുക, അതിനുശേഷം സം എന്ന് എഴുതുക. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈക്വൽ ടു സം എന്നെഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈക്വൽ ടു സം എന്നെഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് വാല്യൂ മുതൽ ലാസ്റ്റ് വാല്യൂ വരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സമ്മ് കാണാം. ഇനി ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് സമ്മ് കണ്ടതിന് ശേഷം നമുക്കിതിൻ്റെ ഏറ്റവും താഴെ ഈ കോണിൽ എത്തുമ്പോൾ ഇതുപോലൊരു പ്ലസ് സിമ്പൽ വരും. ഈ പ്ലസ് സിമ്പൽ എന്ന് പറഞ്ഞാൽ സെലക്റ്റിനുള്ളതാണ്. അതേപോലെ തന്നെ ഈ പ്ലസ് സിമ്പൽ എന്ന് പറഞ്ഞാൽ നമുക്കിതിനുള്ളിലത്തെ ഡാറ്റാസ് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്ത് ഈ കോണിൽ ഇവിടെ ഒരു ഡോട്ടിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതുപോലെ ഒരു പ്ലസ് സിമ്പൽ വരും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം ഇവിടെ വെച്ച് കാണാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ടോട്ടൽ നമ്മളിവിടെ വെച്ച് കണ്ടു. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് അവറേജ് കാണാനാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവറേജ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, അവറേജിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം മുതൽ അവസാനം വരെ സെലക്ട് ചെയ്യുക. ഇതിൽ ടോട്ടൽ പെടരുത്. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് അവറേജിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അവറേജ് ഇവിടെ കാണും. ഇനി വേറൊരു മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചാൽ ഈക്വൽ ടു ഇടുക, എന്നിട്ട് ടോട്ടൽ സെലക്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇതിൽ എത്ര സബ്ജക്റ്റ് ആണോ അതിൻ്റെ കൗണ്ട് കൊണ്ട് ഹരിക്കുക. അപ്പോൾ 1 2 3 4 5, അപ്പോൾ 5 എന്നിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അവറേജ് കാണാം. ഇനി വേറൊരു മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചാൽ ഈക്വൽ ടു ഇടുക, എന്നിട്ട് അവറേജ് എന്ന് എഴുതി കൊടുക്കുക. അവറേജ് എന്ന് എഴുതി കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വാല്യൂ മുതൽ ലാസ്റ്റ് വാല്യൂ വരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും നമുക്ക് അവറേജ് കാണാം. ഇനി വേറൊരു മെത്തേഡ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അവറേജ് കണ്ടതിന് ശേഷം ഈ ലാസ്റ്റ് കോണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവറേജ് കാണാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അവറേജ് കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഗ്രേഡ് യൂസിങ് ഈഫ് ഫംഗ്ഷൻ. ഈഫ് അവറേജ് ഗ്രേറ്റർ ദാൻ 50 ദെൻ എ ഗ്രേഡ്, അതർവൈസ് ബി ഗ്രേഡ്. അതായത് 15ൻ്റെ മുകളിൽ ഈ പെർസെൻറ്റേജ് വരുന്നവർക്കൊക്കെ എന്താണ്, എ ഗ്രേഡ് ആണ്. അല്ലാത്തവർക്കൊക്കെ എന്താണ്, ബി ഗ്രേഡ് ആണ്. അപ്പോൾ അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈഫ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈഫ് ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ഈഫ് എന്ന് എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമുക്ക് അവറേജ് കാണേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഗ്രേഡ് കാണേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവറേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡ് കാണേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15, അതായത് 15ഓ അതിന് മുകളിലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന് ചേർത്ത് കൊടുക്കാം. അതായത് അവറേജ് 15ൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഗ്രേഡ് എ, അതർവൈസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ബി ഗ്രേഡ് എന്നും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഗ്രേഡ് കിട്ടിയത് എ ആണ്. കാരണം ഈ അവറേജ് എന്നുള്ളത് 15ൻ്റെ മുകളിലാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും അവറേജ് കാണാം. ഇപ്പോൾ ഇതിന് ബി കിട്ടാൻ കാരണം എന്താണ്, ഇത് 15ൻ്റെ താഴെയാണ്. അതേപോലെ ഇതിന് ബി കിട്ടാൻ കാരണം ഇത് 15ൻ്റെ താഴെയാണ് വരുന്നത്.
ഇനി അടുത്തത് നമുക്കിവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സ്റ്റുഡൻസ് എ ആൻഡ് ബി ഗ്രേഡ്. അപ്പോൾ എത്ര സ്റ്റുഡൻസിന് നമുക്ക് എന്ത് ചെയ്യണം, എത്ര സ്റ്റുഡൻസിന് നമുക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ എത്ര സ്റ്റുഡൻസിന് നമുക്ക് ബി ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, എ എന്ന് എഴുതാം. എ ഗ്രേഡിൻ്റെ കൗണ്ട് നമുക്കിവിടെ നിന്ന് എഴുതാം. ഇവിടെ എന്ത് ചെയ്യാം, ബി ഗ്രേഡിൻ്റെ കൗണ്ടും എഴുതാം. ബി ഗ്രേഡ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, എ ഗ്രേഡിൻ്റെ കൗണ്ട് ഇതിൽ എത്ര എ ഗ്രേഡ് കിട്ടിക്കണു എന്ന് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈക്വൽ ടു ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് കൗണ്ട് ഈഫ് എന്നുള്ള മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കൗണ്ട് ഈഫ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ റേഞ്ച്, ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഈ റേഞ്ച് നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ടൊരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എ ഗ്രേഡാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാം, ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എ ഗ്രേഡ് എന്ന് എഴുതി കൊടുക്കുക. അതല്ലെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ആ എ ഗ്രേഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എ ഗ്രേഡിൻ്റെ കൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ ഇനി ബി ഗ്രേഡിൻ്റെ കൗണ്ട് കാണുന്നുണ്ടെങ്കിലും എഗെയിൻ കൗണ്ട് ഈഫ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഈ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ റേഞ്ചാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ബിന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൗണ്ട് ഈഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എത്ര എണ്ണം ഗ്രേഡോ അല്ലെങ്കിൽ വാല്യൂ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ഈഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബി ഗ്രേഡ് എന്നുള്ളത് ഇവിടെ 4 എന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് അശോക് ആൻഡ് മനോജ് ടോട്ടൽ നമ്പർ ആൻഡ് അവറേജ്. അശോകിൻ്റെയും അതേപോലെ തന്നെ മനോജിൻ്റെയും ടോട്ടലും അതേപോലെ തന്നെ അവറേജും നമുക്കിവിടെ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഹെഡിങ് എന്ത് ചെയ്യാം, നെയിം എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അശോക് എന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മനോജ് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇവരെ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്, ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ടോട്ടലാണ്, അതേപോലെ പിന്നീട് നമ്മൾ കണ്ടെത്തുന്നത് അവറേജാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അശോകിൻ്റെ ടോട്ടൽ നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സം ഈഫ് എന്നുള്ള മെത്തേഡ്. അപ്പോൾ ഈക്വൽ ടു ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് സം ഈഫ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ റേഞ്ചാണ് നോക്കേണ്ടത്. അപ്പോൾ റേഞ്ച് എന്നുള്ളത് നമ്മൾ ഈ പേരെഴുതിയ ഭാഗം, ഈ പേരെഴുതിയ റേഞ്ച് ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആരെ പേരിലാണോ ആരതാണോ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ കണ്ടെത്തേണ്ടത് ആ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സം റേഞ്ച്, അതായത് ഏതെന്നുള്ള വാല്യൂ ആണോ നമുക്ക് കിട്ടേണ്ടത് അതിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോട്ടലാണ് കാണേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, അശോകിൻ്റെ ടോട്ടൽ എത്രയാണോ എന്നുള്ളത് നമുക്കിവിടെ കാണിക്കും. ഇനി മനോജിൻ്റെ ടോട്ടൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ വന്ന് സം ഈഫ് എന്നെഴുതുക. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, മനോജിൻ്റെ ഈ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം സം റേഞ്ച് എന്നുള്ളിടത്ത് എന്ത് ചെയ്യാം, ഈ ടോട്ടൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ കറക്റ്റ് മനോജിന് നേരെയുള്ള ടോട്ടൽ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വന്ന് മനോജിൻ്റെ ടോട്ടൽ എന്നുള്ളത് 86. ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവറേജിന് ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു ഇടുക, സം ഈഫ് എന്നെഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേഞ്ച് എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, പേര് സെലക്ട് ചെയ്യുക, കോമ ഇടുക. അതിനുശേഷം നമുക്ക് ഈ പേര് അശോക് എന്നുള്ള പേര് സെലക്ട് ചെയ്തു. അശോക് എന്നുള്ള പേര് സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ ഇട്ട് കൊടുക്കുക. ഇനി സം റേഞ്ച്, ഇപ്പോൾ നമ്മൾ അവറേജ് ആണ് കാണുന്നത്. അപ്പോൾ അവറേജ് എന്നുള്ള ലൊക്കേഷന് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അശോകിൻ്റെ അവറേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മനോജിൻ്റെ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് സം ഈഫ് എന്നിട്ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് ഈ പേര് എഴുതിയ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമ്മൾ ഈ മനോജ് എന്നുള്ള പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, സം റേഞ്ച് എന്നുള്ളിടത്ത് ഈ അവറേജ് ഉള്ള ഈ ലൊക്കേഷന് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഓക്കെ ഒരു മിനിറ്റ്, സം ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ റേഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇടുക. എന്നിട്ട് ഈ ഭാഗം മനോജ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യുക, കോമ ഇടുക. അതിനുശേഷം ഈ അവറേജ് എന്നുള്ള ലൊക്കേഷന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, മനോജിൻ്റെ അവറേജ് എത്രയാണോ വരുന്നത് അത് നമുക്കിവിടെ കാണും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് കൗണ്ട് ഹൗ മെനി സ്റ്റുഡൻസ്, അതായത് ഇതിൽ എത്ര സ്റ്റുഡൻസിൻ്റെ എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്. കൗണ്ട് ഓഫ് സ്റ്റുഡൻസ് എന്ന് ചേർത്ത് കൊടുത്തു.
അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിൻ്റെ എണ്ണം നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൗണ്ട് എ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൗണ്ടും കൗണ്ട് എയും തമ്മിലുള്ള ഡിഫറൻറ്റ് നോക്കാം. ഇപ്പോൾ കൗണ്ട് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കൗണ്ട് എന്ന് എഴുതി ബ്രാക്കറ്റ് ഇട്ടു. ഒരു നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്ര നമ്പർ വരുന്നുണ്ടെന്ന് നമുക്കിവിടെ കാണിക്കും. എന്നാൽ ഇതേ മെത്തേഡ് തന്നെ ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത കൗണ്ട് എന്നുള്ളത് നമുക്കൊരു പേരിൻ്റെ ഭാഗത്ത് യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ഈ പേര് കൊടുത്ത ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അവിടെ നമുക്ക് 0 ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കൗണ്ട് എ എന്നുള്ള ഫംഗ്ഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ട് എ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ സ്റ്റുഡൻ്റ് എന്നുള്ള ഈ നെയിംസ് മുഴുവനായിട്ടും സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, അതിനെ എത്ര സ്റ്റുഡൻസ് അതിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കൗണ്ട് എ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ അടുത്തതായിട്ട് കൗണ്ട് ഈഫ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഹൗ മെനി സ്റ്റുഡൻസ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഗ്രേറ്റർ ദാൻ 20. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര സ്റ്റുഡൻസിന് 20ൻ്റെ മുകളിൽ നമുക്ക് ഹിന്ദിക്കും ഇംഗ്ലീഷിനും എത്ര സ്റ്റുഡൻസിന് 20ൻ്റെ മുകളിൽ മാർക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഏതിനൊക്കെ നോക്കേണ്ടത്, ഹിന്ദിക്കും ഇംഗ്ലീഷിനും എത്ര സ്റ്റുഡൻസിന് 20ൻ്റെ മുകളിൽ മാർക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷ് എന്ന് എഴുതി. അതിനുശേഷം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കൗണ്ട് ഈഫ് എന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് കൗണ്ട് ഈഫ് എന്ന് എഴുതി. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഇംഗ്ലീഷ് എന്നുള്ള ആ ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇംഗ്ലീഷ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഈ 20 എന്നുള്ളതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 15 ആക്കുന്നുണ്ട്. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ 4 സ്റ്റുഡൻസിന് ഇംഗ്ലീഷിന് 15ൻ്റെ മുകളിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഹിന്ദിക്ക് എത്ര സ്റ്റുഡൻസിന് നമുക്ക് 20ൻ്റെ മുകളിൽ മാർക്ക് കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഹിന്ദി എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ഈക്വൽ ടു കൗണ്ട് ഈഫ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഹിന്ദി സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് കൊടുത്തു. അപ്പോൾ 20 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് എത്ര സ്റ്റുഡൻസിന് ഹിന്ദിക്ക് 20ൻ്റെ മുകളിൽ മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മളിതിൽ ചെയ്തത്. അപ്പോൾ ഈ വർക്ക് ബുക്കിൻ്റെ ലിങ്ക്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത വർക്കിൻ്റെ ഫയൽ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിലോ അല്ലെങ്കിൽ എക്സലിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.